ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. വർക്കലയിലെ ശിവഗിരി മഠത്തിൽ 172ാമത് തിരുജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. മാനവികതയുടെ സന്ദേശം മനുഷ്യഹൃദയത്തിലെത്തിച്ച നവോത്ഥാന നായകനായിരുന്നു ഗുരുദേവനെന്ന് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച മധ്യകാല കേരളത്തെ ജീവിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റിയ ചാലകശക്തിയാണ് ഗുരുദേവൻ. ലൗകികതയും ആത്മീയതയും പരസ്പര പൂരകങ്ങളായാണ് ഗുരുദേവൻ അവതരിപ്പിച്ചതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള സാമൂഹ്യ നവോത്ഥാനത്തിന്റെ പ്രവക്താവായിരുന്നു ശ്രീനാരായണ ഗുരു. എന്നും സാമൂഹ്യനീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്. ഇവിടെ നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ആത്മീയതയും ഭൗതികതയും ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഭാരതീയ ഋഷി പരമ്പരയുടെ ഭാഗമായിരിക്കെ തന്നെ ഭൗതികമായ അസമത്വങ്ങളും അനീതികളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച അദ്വൈത ദർശനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഗുരുദേവ സന്ദേശം നൽകി. അടൂർ പ്രകാശ് MP, വി ജോയ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ധർമ്മസംഘം ചർച്ചാ സമ്മേളനം മന്ത്രി M ലിജു ഉദ്ഘാടനം ചെയ്തു. അവരുടെ ദൈനംദിന ജീവിതത്തിൽ വിഭാഗീയ ചിന്താഗതിക്ക് വേലിക്കെട്ടുകൾക്ക് അതീതമായി ജീവിക്കുവാൻ ആഹ്വാനം നൽകുകയാണ് ചെയ്തത്. ഗുരുദേവൻ ഒരിക്കൽ അതൊരു സർവലോക ധർമ്മമാണ്. കാലാതീതമായ ഏത് കാലത്തും പ്രസക്തമായ, ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും പ്രസക്തമായ മാനവ ദർശനമാണ് ഗുരുദേവൻ ലോകത്തിനു മുന്നാകെ വെച്ചതും പ്രാവർത്തികമാക്കിയത്. കേവലം ആശയം